നേരിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സും എൻ്റെ കമൻസിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചേക്കുന്ന റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു പുളിച്ചമ്മന്തി. 4 ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടത്. വാളംപുളി, ചുവന്നുള്ളി, വറ്റൽമുളക്, വെളിച്ചെണ്ണ. അപ്പോൾ ചുവന്നുള്ളി ഇതുപോലെ ചതച്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ അല്ല, നല്ല കരി പിടിച്ച ചട്ടിയാണെങ്കിൽ ഒന്നും കൂടി ചുട്ടെടുത്ത ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വാളംപുള്ളിയിൽ ഇങ്ങനെ കുരുക്കളുണ്ടെങ്കിൽ അത് എടുത്ത് കളയണോട്ടോ. കാര്യം ഇതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ കുരു നമുക്ക് ശല്യം. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ഒരുവിധം ഇങ്ങനെ ആയതിനു ശേഷമാണ് പുളി ഇട്ട് കൊടുത്തത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. വേണമെങ്കിൽ ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. പിന്നെ എന്തോരം ചുടണമെന്ന് നിങ്ങൾക്ക് ആകെ മീൻസ് കരിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് കരിയണവരെ വെയിറ്റ് ചെയ്യാം. മുളക് മുന്നിൽ നിൽക്കുന്നവർക്ക് മുളക് കൂടുതൽ ആഡ് ചെയ്യാം. പുളിയാ മുന്നിൽ നിൽക്കണമെങ്കിൽ പുളി കൂടുതൽ ആഡ് ചെയ്യാം. ചുവന്നുള്ളിയുടെ ആ ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ ചുവന്നുള്ളി കൂടുതൽ ആഡ് ചെയ്യാം. ആ ചുട്ടെടുത്തതെല്ലാം ഒന്ന് ആറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിക്സിയിലിട്ട് നമ്മൾ അരയ്ക്കേണ്ടത്. ആ അരപ്പും എത്രത്തോളം വേണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. അതിനുശേഷം ഞാൻ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യും. ചിലർ മിക്സിയിൽ ഇടുമ്പോൾ തന്നെ ഉപ്പിടുന്നവരുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെയാണ്. നെക്സ്റ്റ് നമ്മൾ അതിനേലും സിമ്പിളായൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉള്ളി ചതച്ചെല്ലാം കട്ട് ചെയ്താണ് എടുക്കുന്നത്. അതേപോലെ പുളിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഉള്ളിയും പുളിയും കൂടി നന്നായിട്ട് തിരുമ്മി കൊടുക്കും. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൈ പുകയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അതും റെഡിയാക്കി വെക്കുക. ഈ രണ്ടാമത് ഉണ്ടാക്കിയ ചമ്മന്തി നമുക്ക് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. ആദ്യം ഉണ്ടാക്കിയത് നമുക്ക് അപ്പം തന്നെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ, വേറെ ഒരു കറിയും വേണ്ട. അതുപോലെ ചോറ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ താനേ ചോറ് കഴിച്ചു പോകും.